ട്രക്ക് കണ്ടെത്തിയതായാണ് കർണാടക റവന്യൂ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ഏത് ട്രക്ക് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഉടൻ തന്നെ പുഴയിലേക്ക് ഇറങ്ങുമെന്നുമാണ് മന്ത്രിയുടെ എക്സിലെ പോസ്റ്റ്. ബൂമർ എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കലാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സരീഷ, ഈ പറഞ്ഞതുപോലെ ഈ ഒരു ട്രക്ക് കണ്ടെത്തിയതായാണ് സ്ഥിരീകരണം. അതും ഏത് ട്രക്ക് എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ സംഭവം ഉണ്ടായ അന്നതോടെ തന്നെ പറയുന്നുണ്ട് അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. മാത്രമല്ല കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങളൊക്കെ അവിടെ ഒതുക്കിയിടാറുണ്ട്. ഡ്രൈവർമാർ വിശ്രമിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് അതെന്ന് പറയുന്നു. അപ്പോൾ ഈ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് അർജുൻ്റെ വാഹനം മാത്രമായിരിക്കില്ല, ഒത്തിരി അതിന് ഇനിയും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. കാരണം അത് എത്ര എണ്ണം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കണക്ക് ആരുടെയും കയ്യിൽ വ്യക്തമല്ല. അങ്ങനെയാണെങ്കിൽ ഇത് അർജുൻ്റേതാണോ അല്ലയോ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. എങ്കിൽ കൂടി ഒരു ട്രക്കിന്റെ ഭാഗം കണ്ടെത്തി എന്നുള്ളത് ആശ്വാസകരമായ കാര്യം. ഇനി ഈ പരിശോധന മറ്റൊരു സ്ഥലങ്ങളിലും കൂടി ഇങ്ങനത്തെ ലോഹഭാഗങ്ങൾ മറ്റെവിടെയെങ്കിലും കൂടി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിലവിൽ ഒരു ആശങ്കയായി തുടരുന്നതും അതുതന്നെയാണ്. കാരണം നിലവിൽ മൃതദേഹം കണ്ടെത്തി എന്ന് പറയുന്ന ശരവണൻ ട്രക്ക് ഡ്രൈവറാണ്. അദ്ദേഹവും വാഹനവുമായാണ് ഇവിടേക്ക് എത്തിയത്. അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. അതോടൊപ്പം തന്നെ മറ്റ് വാഹനങ്ങളും ടാങ്കർ ലോറി ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. ആ ടാങ്കർ ലോറി ഈ പുഴയിൽ നിന്നും കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പല വാഹനങ്ങളും ഈ മേഖലയിൽ അന്ന് രാവിലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഈ അർജുൻ്റെ വാഹനം തന്നെയാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എന്തായാലും ഇപ്പോൾ എത്താൻ കഴിയില്ല. പക്ഷേ ലോറിയാണ് എന്ന് റവന്യൂ മന്ത്രി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ നീളവും വീതിയും ഈ സോണാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഈ ലോഹഭാഗത്തിൻ്റെ നീളവും വീതിയും കൂടി പരിഗണിച്ചതാണ് ഇത് ലോറി തന്നെയാണ് എന്ന ഒരു അല്ലെങ്കിൽ നിഗമനത്തിലേക്ക് എത്തിയത്, ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ അത് അർജുൻ്റേതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പുമില്ല. അത് പുറത്തേക്കെടുത്താലോ അല്ലെങ്കിൽ ഈ ബൂം ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയിൽ മരത്തടിയോ അല്ലെങ്കിൽ ക്യാബിൻ്റെ ഭാഗമോ, അതായത് ഡ്രൈവർ ഓടിച്ചിരുന്ന അല്ലെങ്കിൽ ഈ അർജുൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ക്യാബിൻ്റെ ഭാഗമോ ലഭിച്ചാൽ മാത്രമേ അത് അർജുൻ്റേതാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്താനാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കത് അർജുൻ്റേതാണ് എന്ന പ്രതീക്ഷ മാത്രമാണ് വെച്ച് പുലർത്തുന്നത്. പക്ഷേ ഇനിയും ലോറികൾ കണ്ടെത്താനുണ്ട്. മറ്റു വാഹനങ്ങൾ കൂടി അവിടെ നിന്നും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവാം എന്ന സംശയം കൂടിയുണ്ട്. അതോടൊപ്പം നിരവധി സിഗ്നലുകൾ പല ഭാഗങ്ങളിൽ നിന്നായി ലഭിച്ചിരുന്നു. സോണാർ പരിശോധനയിലും സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ മണൽത്തിട്ട രൂപപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പുഴയുടെ നടുക്ക്. ആ ഭാഗത്ത് നടത്തിയ പരിശോധനയിലും സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ സിഗ്നലുകളൊന്നും തന്നെ ഈ ലോറിയുടേതാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരുന്നില്ല. കാരണം കഴിഞ്ഞ മണിക്കൂറിലെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ മേഖലയിൽ നിരവധി ലൈൻ കമ്പികളും അതോടൊപ്പം തന്നെ ടവറുകളുമുണ്ട്. അപ്പോൾ ആ ടവറുകളും ഈ പുഴയിലേക്ക് പതിക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് തന്നെ ആവാം എന്നൊരു സംശയമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സ്ഥിരീകരണത്തിലേക്ക് വരുന്നത് നിലവിലെ ആ വാഹനത്തിൻ്റെ നീളം അതോടൊപ്പം തന്നെ വീതി ഇത്രയും പരിശോധനയിലാണ്, അല്ലെങ്കിൽ ആ ശബ്ദതരംഗം ഉപയോഗിച്ച് നടത്തിയ സോണാർ പരിശോധനയിലാണ് അത് ലോറി തന്നെയാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. പക്ഷേ അപ്പോഴും സംശയങ്ങൾ ബാക്കിയാക്കുന്നത് ഈ ലോറി എങ്ങനെ പുറത്തേക്കെടുക്കും എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും നമുക്ക് ആശ്വാസകരമാവുന്നത് അത് അർജുൻ്റേതാണ് എന്നൊരു സ്ഥിരീകരണം ഉണ്ടായാൽ തീർച്ചയായും വളരെ ശുഭപ്രതീക്ഷയാണ്. അതിനകത്ത് അർജുൻ ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരളം ഒന്നാകെ ഉള്ളത്. തീർച്ചയായും ആദ്യ മണിക്കൂർ അല്ലെങ്കിൽ ഇനി വരുന്ന മണിക്കൂറുകൾ അത്രത്തോളം നിർണായകമാണ്. ഒരു നിമിഷം പോലും പാഴാക്കാതെ രക്ഷാപ്രവർത്തനം തുടരുക എന്നുള്ളത് തന്നെയാണ്. കരസേനയും നാവികസേനയും ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഉച്ചയോടെ തന്നെ ഇത്തരത്തിൽ നാവികസേന പുഴയിൽ നടത്തുന്ന തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. പക്ഷേ കൂടുതൽ നാവികസേന ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ട്. അപ്പോൾ അവർ ആലോചിക്കുന്നത് ഏത് രീതിയിൽ അവിടെ പരിശോധന നടത്തിയാൽ കൃത്യമായി ഈ ലോറി പുറത്തേക്കെടുക്കാനാകും എന്നുള്ളതാണ്. അതിന് രണ്ട് വഴികളാണ് അവർ ചിന്തിക്കുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ വാഹനം ഇവിടെ മണ്ണ് തട്ടിയിരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മണ്ണ് അടിഞ്ഞു കൂടിയിരിക്കുന്ന സ്ഥലത്ത് അവിടെ പരിശോധന നടത്തി വാഹനം ഏത് ഭാഗത്താണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് പോവുക. അതെങ്ങനെയാണ് വാഹനമുള്ളത്, ഒരുപക്ഷെ വാഹനം നേർരേഖയിലാണെങ്കിൽ അല്ലെങ്കിൽ നേർദിശയിൽ എങ്ങനെയാണോ പാർക്ക് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ താഴോട്ട് പോവുകയാണെങ്കിൽ മരത്തടികൾ ഒഴിവാക്കി ഈ ക്യാബിൻ പൊളിച്ച് ഈ അർജുനെ പുറത്തേക്കെടുക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്താനാവും. അതല്ല നേരെ
ലോറിയിലൂടെ താഴ്ഭാഗമാണ് അല്ലെങ്കിൽ ടയർ ഭാഗമാണ് മുകളിലെങ്കിൽ അത് കുറച്ചുകൂടി ശ്രമകരമായ കാര്യമായിരിക്കും. കാരണം മരത്തടി ഉൾപ്പെടെ വലിയ ഭാരമുള്ള ലോറിയാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ മരം മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് ഇപ്പോൾ വാഹനമുള്ളത് എന്നത് സംബന്ധിച്ചായിരിക്കും ആദ്യഘട്ടത്തിലുള്ള പരിശോധന നടക്കുക. അതാണ് ബൂം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ നോക്കുന്നത്. ഒരുപക്ഷേ ഇതേ രീതിയിൽ, അതായത് വാഹനം എങ്ങനെയാണോ പാർക്ക് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ആ കുഴിയിലേക്ക് പതിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായും ആ ക്യാബിന് മുകളിലുള്ള മണ്ണ് മാത്രം നീക്കി റെസ്ക്യൂ ട്യൂബ് ഉപയോഗിച്ച് ആ ക്യാബിന് മുകളിലേക്ക് എത്തുകയും അവിടെ ഒരു ദ്വാരമുണ്ടാക്കി ആ ദ്വാരത്തിലൂടെ അകത്തേക്ക് കടന്ന് അർജുനെ പുറത്തേക്ക് എത്തിക്കുക എന്നൊരു ജോലിയിലേക്കാവും, ഒരു പ്രവർത്തനത്തിലേക്കാവും പോവുക. അല്ല, തലകീഴായി മറിഞ്ഞ അവസ്ഥയിലാണ് ലോറി എങ്കിൽ തീർച്ചയായും ശ്രമകരമായ ജോലി പിന്നീടുമുണ്ടാവും. ആദ്യം അത്രത്തോളം മണ്ണ് മാറ്റേണ്ടതുണ്ട്. അതിനുശേഷം ഈ മണ്ണ് മാറ്റിയതിന് ശേഷം ഈ ലോറിയിൽ നിന്നും മരഭാഗങ്ങൾ മുഴുവൻ നീക്കം ചെയ്യുക. അതിനുശേഷം ഈ ക്രെയിൻ ഉപയോഗിച്ച് ഈ വാഹനം പുറത്തേക്കെടുക്കുക. ഇങ്ങനെ രണ്ട് സാധ്യതകളാണുള്ളത്. എന്തായാലും പക്ഷേ അതിലേക്കൊക്കെ പോകുന്നതിന് ഈ വാഹനം എവിടെയാണ്, അല്ലെങ്കിൽ വാഹനം എങ്ങനെയാണ് താഴെയുള്ളത് അല്ലെങ്കിൽ ഭൂമിക്കടിയിലുള്ളത്, അതോടൊപ്പം തന്നെ ഇത് അർജുൻ്റെ തന്നെയാണോ, ഈ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമമാണ് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നത്.